ഹായ് ഡിയേഴ്സ്, ഇടയ്ക്കിടയ്ക്ക് സൊമാറ്റോയിൽ നിന്ന് വല്ലതും വാങ്ങി പർച്ചേസ് ചെയ്തിട്ട് അതിനെ എടുത്ത് വീഡിയോ ആക്കുന്ന സ്വഭാവം എനിക്കുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പം ഞാനും MS Docsലെ നമ്മുടെ ചേച്ചിയും കൂടി ഷെയർ ഇട്ടിട്ട് സൊമാറ്റോയിൽ നിന്നും ഈ ഒരു ഫുഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. സത്യം പറയാലോ, ഫ്ലോപ്പായിപ്പോയി. എന്താണെന്നറിയില്ല, നമുക്കതിൻ്റെ പേര് അറിഞ്ഞുകൂടാത്ത ഷ്വീസൻ എന്നായിരുന്നു പേര്, ഷ്വീസൻ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഷ്വീസൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്തെങ്കിലും അതൊരു തരം വെറൈറ്റി ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് ഭയങ്കര സ്പൈസി ആയിരുന്നു. എനിക്ക് തോന്നുന്നു അത് വേറെ ഏതെങ്കിലും നാട്ടിലെ സ്പൈസി ആയിരിക്കും ഇങ്ങനെ പറയുന്നത്. നമ്മളിതൊന്നും കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അത് കണ്ടപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തു. പോരാത്തതുകൊണ്ട് ഞാൻ സൊമാറ്റോ ഗോൾഡ് ആയതുകൊണ്ട് എനിക്ക് ഡെലിവറി ചാർജിങ് തീരെ കുറവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് തന്നെ വാങ്ങാം. അങ്ങനെ വാങ്ങിച്ചു. അത് കാണുന്നില്ലേ, ഈ ഒരു സ്ക്വീസി ചിക്കൻ നൂഡിൽസാണ് വാങ്ങിച്ചത്. ഷ്വീസാൻ ചിക്കൻ നൂഡിൽസായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മേ ബി ആ ഷ്വീസാൻ എന്ന് പറയുന്നത് ഒരു ഹോട്ട് അല്ലെങ്കിൽ സ്പൈസി എന്നായിരിക്കും. കാരണം നല്ല ചൂടും ഉണ്ടായിരുന്നു. ചൂടോടെ കഴിക്കുന്നത് നല്ലതാണ്. ഹോട്ടിൻ്റെ കാര്യം ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ സ്പൈസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞേ പറ്റത്തുള്ളൂ. ഭയങ്കര എന്താ പറയുക, ഭയങ്കര എരിവായിരുന്നു. സത്യം പറയാലോ, കഴിക്കാൻ പറ്റാത്ത എരിവായിരുന്നു. ഇതിൽ ഇവർ ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട്, മുളക് മസാല ഇട്ടിട്ടുണ്ട്, ഇച്ചിരി പൗഡർ ഇട്ടിട്ടുണ്ട്. അത് കൂടാണ്ട് ഇവർ പച്ചമുളകും കറി കൂടെ വാരി ഇട്ടിട്ടുണ്ട്. അതല്ലാണ്ട് ഈ ഒരു ഓംലേറ്റ് അതിലും ഈ ചില്ലി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സ്പൈസി ആയിട്ടുള്ളത് കൊണ്ട് കഴിക്കാനേ പറ്റുന്നില്ല. ഞാൻ ഇത് കാണിച്ചു കണ്ടോ, ഈ പച്ചമുളക്, പിന്നെ ഈ ഒരു ഓംലേറ്റിലുള്ള ഒരു മുളക്, പിന്നെ അല്ലാണ്ട് ഈ ഒരു മസാല, പിന്നെ അല്ലാണ്ട് ഇട്ടിരിക്കുന്ന മുളക്, പിന്നെ ഈ ക്യാപ്സിക്കം, ഇതെല്ലാം കൂടി സത്യം പറഞ്ഞാൽ കഴിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇത്രയും നാൾ സൊമാറ്റോയിൽ നിന്നും ഫുഡ് വാങ്ങിച്ചതിൽ ഫുഡ് കൊണ്ടുവന്ന ഡെലിവറി ബോയ് ഒരു റൂഡ് സ്വഭാവം കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് വീഡിയോ ഇട്ടതുപോലെ. പക്ഷേ ഫുഡ് ബാഡായിട്ടുള്ള ഫസ്റ്റ് എക്സ്പീരിയൻസ്. നമ്മൾ ആ ഒരു ഫുഡ് മറ്റൊരു പാത്രത്തിൽ തട്ടി, ഈ ഒരു പാത്രം നിങ്ങൾ നോക്കിക്കേ, എന്ത് മുളകാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. പിന്നെ നമ്മൾ ഒരു ബുൾസൈ ഇതിൽ ചേർത്തു, എരിവ് കുറച്ച് കുറയുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെയും കഴിച്ചു നോക്കി. എന്നാൽ പോലും എരിവ് കൂടുതൽ അത് തന്നെയായിരുന്നു. പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു, അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ബുദ്ധി പ്രയോഗിച്ചത് കൊണ്ട് അത് കളയാണ്ട് കഴിക്കാൻ പറ്റി. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ വാങ്ങുമ്പോൾ എന്താണെന്നൊക്കെ കറക്റ്റായിട്ട് അന്വേഷിച്ചതിന് ശേഷം വാങ്ങാം, നമ്മളെപ്പോലെ ഒറ്റയ്ക്ക് പെടാണ്ടിരിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.